ഹായ് കുഞ്ഞുങ്ങളെ, ഒരു പുതിയ കഥയുമായി ഞാൻ നിങ്ങൾക്കരികിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ? ഇന്നത്തെ കഥ പറയുന്നതിന് മുൻപായി നമുക്ക് ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കാം. ചിത്രത്തിലേക്ക് നോക്കിയേ, എന്തെല്ലാമാണ് കാണുന്നത്? ഒരു മാവുണ്ട്. മാവ് നിറയെ മാമ്പഴമുണ്ട്. മാവിന് ചുറ്റും തേനീച്ചകൾ പറക്കുന്നുണ്ട്. മരം വെട്ടുന്ന ആളുകളുണ്ട്. കഥ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇല്ലേ? എങ്കിലിതാ കഥ കേട്ടോളൂ. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ മൈതാനമുണ്ടായിരുന്നു. ആ മൈതാനത്തിൻ്റെ നടുവിലായി ഒരു വലിയ മാവുമരമുണ്ട്. ആ മാവ് നിറയെ നല്ല മധുരമുള്ള മാമ്പഴം ഉണ്ടാവും. കൂട്ടി താമസിക്കുന്നുണ്ട്. മാവിൻ്റെ മാമ്പഴം തിന്നാൻ ധാരാളം കുട്ടികൾ വരും. മുത്തശ്ശി മാവിനെ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. ഗ്രാമത്തിലെ കുട്ടികളെല്ലാം ആ മൈതാനത്താണ് കളിക്കാൻ വരുന്നത്. കളിച്ച് ക്ഷീണിക്കുമ്പോൾ അവർ മുത്തശ്ശി മാവിൻ്റെ തണലിൽ വന്നിരുന്ന് വിശ്രമിക്കും. മുത്തശ്ശി മാവ് ധാരാളം മാമ്പഴം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. മുത്തശ്ശി മാവിൻ്റെ ചുവട്ടിലിരുന്ന് അവർ കളിച്ച് ചിരിച്ച് നടക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗ്രാമത്തിലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴതാ കുറേ മരം വെട്ടുകാർ മുത്തശ്ശി മാവിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു. മുത്തശ്ശി മാവിനെ മുറിക്കാൻ പോകുവാണല്ലോ. കുട്ടികൾക്ക് സങ്കടമായി. മരം വെട്ടുകാർ മുത്തശ്ശി മാവിൻ്റെ അരികിൽ ചെന്ന് മരം മുറിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. കുട്ടികൾ മരം വെട്ടുകാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മരം വെട്ടുകാരാ, ഞങ്ങളുടെ മുത്തശ്ശി മാവിനെ മുറിക്കല്ലേ. നല്ല മധുരമുള്ള മാമ്പഴം തരുന്ന മുത്തശ്ശി മാവാണിത്. അതുപോലെ തന്നെ മുത്തശ്ശി മാവിൽ ധാരാളം കിളികൾ കൂട് കൂട്ടിയിട്ടുണ്ട്. മുത്തശ്ശി മാവിനെ മുറിക്കല്ലേ. ഞങ്ങൾ കളി കഴിഞ്ഞ് ക്ഷീണിതരാകുമ്പോൾ മുത്തശ്ശി മാവിൻ്റെ തണലിലിരുന്ന് വിശ്രമിക്കുന്നത്. മുത്തശ്ശി മാവിനെ മുറിക്കല്ലേ മരം വെട്ടുകാർ അത് കേട്ടതായി ഭാവിച്ചതേയില്ല. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കളിക്കുക. ഞങ്ങൾ ഈ മുത്തശ്ശി മാവിനെ മുറിക്കാൻ പോവുക. ഞങ്ങൾ ഇതിനെ മുറിച്ച് വിറ്റ് കാശാക്കും. കുട്ടികൾ വിഷമിച്ചു പോയി. കുട്ടികളെല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും നമ്മുടെ മുത്തശ്ശി മാവിനെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കും കൂട്ടുകാരെ? അപ്പോൾ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഒരു ഐഡിയ കിട്ടി കൂട്ടുകാരെ. എന്താണത്? നമ്മുടെ മുത്തശ്ശി മാവിലൊരു തേനീച്ചക്കൂടില്ലേ? നമുക്ക് ആ തേനീച്ചക്കൂട്ടിലേക്ക് ഒരു കല്ലെടുത്തെറിയാം. തേനീച്ചകൾ മരം വെട്ടുകാരെ ആക്രമിച്ചോളും. അവർക്ക് പിന്നെ മരം വെട്ടാൻ സാധിക്കില്ല. ശരിയാണ്. കുട്ടികളെല്ലാവരും മരം വെട്ടുകാർ കാണാതെ മുത്തശ്ശി മാവിൻ്റെ അരികെ ചെന്നിരുന്ന് ഒരു കല്ലെടുത്ത് തേനീച്ചക്കൂട്ടിലേക്ക് എറിഞ്ഞു. തേനീച്ചകൾ ഇളകി. മരത്തിൻ്റെ ചുവട്ടിൽ മരം വെട്ടാൻ നിന്ന മരം വെട്ടുകാരെ തേനീച്ചകൾ ഓടിച്ചിട്ട് കുത്തി. അയ്യോ, തേനീച്ചകൾ കുത്താൻ വന്നേ, ഓടിക്കോ എന്ന് പറഞ്ഞ് അവർ ഓടാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ മുത്തശ്ശി മാവിനെ രക്ഷിച്ചു. പിന്നീട് മരം വെട്ടുകാർ ആ വഴിയേ വന്നേയില്ല. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടി മുത്തശ്ശി മാവിനെയും മുത്തശ്ശി മാവിലെ കിളികളെയും രക്ഷിച്ചു. അങ്ങനെ അവർ മുത്തശ്ശി മാവിൻ്റെ ചുവട്ടിൽ കളി തുടർന്നു. എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ? മുത്തശ്ശി മാവിൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? എന്താണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ആവശ്യമില്ലാതെ നാം മരം വെട്ടാൻ പാടില്ല. നമുക്ക് ശ്വസിക്കാൻ വേണ്ട വായു തരുന്നത് ആരാണ്? ശുദ്ധവായു തരുന്നത് മരങ്ങളാണ്. അനാവശ്യമായി മരങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. മരം ഒരു വരമാണ്. അപ്പോൾ ശരി, പുതിയൊരു കഥയുമായി പിന്നീട് കാണാം. ബൈ.